കഴിഞ്ഞ എൻ്റെ വ്ളോഗിൽ ഫിനിക്സ് മാളിൽ പോയതാണല്ലേ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മെറീന ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല ലേറ്റായി, അറൗണ്ട് ഒരു 9 o'clock അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെറീന ബീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ബീച്ചാണ് കേട്ടോ. ആൻഡ് അവിടെ ഇങ്ങനെ കുറേ നടന്നു കാണാനുണ്ട്, കുറേ കുട്ടി കുട്ടി കടയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയ സമയം ചെറുതായിട്ടൊന്ന് മോശമായിപ്പോയി, കാരണം ഈ ഒരു ടൈമിൽ ഇവിടെ ചുറ്റിക്കാണാൻ അത്ര പോസിബിൾ അല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ജാസ്മിനൊക്കെ കണ്ടപ്പോൾ നിസ്രിന് ഒരു ആഗ്രഹം, അങ്ങനെ അവൾ അതൊക്കെ വാങ്ങി കുത്തുന്നുണ്ട് കേട്ടോ. ദെൻ ഞങ്ങൾ ഇത് ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ കഴിച്ചു. പിന്നെ കുറേ റൈഡ് കാര്യങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല, ഇതുമില്ല. പക്ഷെ ഞങ്ങൾ ഈ ഒരു റൈഡിൽ കയറിട്ടോ. ഇത് അവിടുത്തെ ആളുകളാണ് ഇത് കറക്കിയിട്ട് ഇങ്ങനെ പൊന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താണ് സ്ട്രെങ്ത്ത് വേണ്ടുന്നൊരു സംഭവമാണ് ഇത്. പിന്നെ വലിയ പേടിക്കാൻ മാത്രമായിട്ടൊന്നും തോന്നില്ല, പക്ഷെ കൂടെയുള്ളവർക്കൊക്കെ പോയി നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. ഈ കറങ്ങുന്ന ദേവു ഈ എൻ്റെ ഫാനാണെന്നാണ് പറഞ്ഞത്. എനിവേ സോ പിന്നെ ഇത് കണ്ടില്ലേ, ഈ ദൂരത്തുനിന്ന് കാണുന്ന ലൈറ്റൊക്കെ ഫുൾ ഷോപ്പാണ്. പിന്നെ ഇത്ര വരെ വന്നിട്ട് കടൽ കാണാണ്ട് പോകാൻ പറഞ്ഞാൽ വളരെ മോശമല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കടലിലേക്ക് പോയിട്ടോ. അങ്ങനെ ഇവരൊക്കെ അവിടെ കാലൊക്കെ ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഞാൻ കളിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഉമ്മ പിന്നെ ഓൾറെഡി വെള്ളത്തിൽ കാലൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞുകൊണ്ട് തന്നെ വലിയ ഞാൻ കളിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയിട്ടുണ്ടായില്ല. അവർ കളിക്കുന്ന ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ടോ. പിന്നെ ഞാൻ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇത് ഞാൻ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞതാണ്, കാരണം ജലദോഷവും തൊണ്ടയും പനിയൊക്കെ ആയിട്ട് കുറച്ച് നാളായി ബുദ്ധിമുട്ടത്. പക്ഷേ എന്നെ ഇങ്ങനെ ഇവരെല്ലാം കൂടി ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിച്ചതാണ്. തന്നെ ഞങ്ങൾ ഒരു ഊബറിൽ ഓട്ടോ ബുക്ക് ചെയ്തു. ഫസ്റ്റ് ബുക്ക് ചെയ്ത ഓട്ടോ വൻ സീനായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ പോവാണ്ട് വേറൊരു ഓട്ടോയിൽ ആണ് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ എത്താൻ നല്ല 10:40 ആയി. ഞങ്ങളുടെ സെക്യൂരിറ്റി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ തുറന്നു തരുന്നവരെ അവിടെ നിന്ന് ഞങ്ങളോട് വീട്ടിൽ വിളിച്ചെത്തി എന്ന് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു സർവീസായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ.